പത്തനംതിട്ട സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗോവിന്ദനും നന്ദുവിനെയും കൂട്ടിയിട്ട് കനക ഉള്ളിലേക്ക് വരികയാണ്. അപ്പോൾ എല്ലാവരും ഹാളിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. തുടർന്ന് അങ്ങോട്ടേക്ക് ആദർശ് നയനയും കൂടി വരുന്നത് കാണുമ്പോൾ എല്ലാവരുടെയും കണ്ണ് പറ്റുന്നുണ്ട് കേട്ടോ. ആദർശ് നയനയ്ക്ക് മേടിച്ചു കൊടുത്തിരിക്കുന്ന സാരി നല്ല അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ ആദർശം സൂപ്പർ ആയിട്ടുണ്ട്. അങ്ങനെ രണ്ടുപേരെയും കാണുമ്പോൾ എല്ലാവർക്കും വളരെയധികം സന്തോഷമാവുന്നുണ്ടെന്നൊക്കെ മുത്തശ്ശനും പറയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി നിൽക്കുന്ന സമയത്ത് ആദർശിൻ്റെ അടുത്ത് നയന പറയുന്നുണ്ട്, ഞാൻ വിചാരിച്ച പോലെയല്ല, പഠിച്ച കള്ളം തന്നെയാണ്. നിങ്ങളുടെ അമ്മയ്ക്ക് നല്ല പുത്രനും എനിക്ക് നല്ല ഭർത്താവുമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മ വാങ്ങിച്ചെന്ന ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട് എനിക്ക് പുതിയ സാരിയും മേടിച്ചുകൊണ്ട് വന്നിട്ട് ഞാൻ മേടിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ഡ്രസ്സ് ഒളിച്ചു വെച്ചിട്ട് നിങ്ങൾ ആ സാരി എന്നെ കൊണ്ട് ഉടുപ്പിച്ചു. എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തത്? നിങ്ങൾ വലിയ ബിസിനസ് മാഗ്നറ്റ് തന്നെയാണെന്നൊക്കെ പറയുമ്പോൾ മതി നിർത്തുക എന്നുള്ള കാര്യം പറയണം ആദർശ്. നിനക്ക് ഞാൻ മേടിച്ചു തന്ന ഡ്രസ്സിന്റെ കളർ ഇഷ്ടമായില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എനിക്ക് നിങ്ങൾ എന്ത് മേടിച്ചു തന്നാലും ഇഷ്ടമാണ്. നിങ്ങളെന്താ നിങ്ങളെ പോലെയാണോ കണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ടേ. അങ്ങനെ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതിനിടയ്ക്ക് ദേവയാനി ജലജയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, പൂജയൊക്കെ ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ അമ്പലത്തിൽ പോയിട്ട് കുങ്കുമം എടുത്തിട്ട് വരാൻ വേണ്ടി പറഞ്ഞില്ലായിരുന്നോ, എടുത്തോ എന്ന് ചോദിക്കുമ്പോഴാണ് ജലജയ്ക്ക് അത് മറന്നുപോയ കാര്യം ഓർക്കുന്നത് കേട്ടോ. നവ്യയുടെ ഗർഭം അലസിപ്പിക്കാൻ വേണ്ടിയിട്ട് മരുന്ന് കൊടുക്കുന്ന ആ ഒരു കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിച്ചിട്ട് ഈ കാര്യത്തെക്കുറിച്ച് മറന്നുപോയി എന്നുള്ള കാര്യം മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. പക്ഷെ മറന്നുപോയി എന്ന് പറയാൻ വേണ്ടി പറ്റില്ലല്ലോ. അത് എന്നിട്ട് നൈസായിട്ട് നയനയുടെ തലയിൽ ഇടാൻ വേണ്ടി നോക്കുകയാണേ. നയനെ, എനിക്ക് അമ്പലത്തിൽ പോകാൻ വേണ്ടി പറ്റാത്തത് കൊണ്ട് നിന്റെ അടുത്ത് ഞാൻ എടുക്കാൻ വേണ്ടി പറഞ്ഞില്ലായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട്. അയ്യോ, എൻ്റെ അടുത്ത് നിങ്ങൾ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല എന്ന് നയന പറയണേ. എന്താ നയന നീ ഇങ്ങനെ പറയുന്നത്? നീ കിച്ചണിലിരിക്കുന്ന സമയത്ത് എന്നെ കൊണ്ട് അമ്പലത്തിൽ പോകാൻ വേണ്ടി പറ്റില്ല, അതുകൊണ്ട് നീ തന്നെ ചെന്നിട്ട് കുങ്കുമം എടുത്ത് വരണമെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ? അപ്പൊ എല്ലാം കേട്ടിട്ട് ഇപ്പൊ ഒന്നും കേൾക്കാത്തത് പോലെ പറയാണോ? ഇല്ല, നിങ്ങൾ വെറുതെ പറയാണ്. ഇങ്ങനൊരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ മറക്കില്ലായിരുന്നു. ഒരുപക്ഷെ നിങ്ങൾ എൻ്റെ അടുത്ത് പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും, പക്ഷെ പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ കള്ളം പറയുന്നതാണോ നീ പറയുന്നതെന്നുള്ള കാര്യം ജലജ ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല. പിന്നെ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിന്നോട് കള്ളം പറഞ്ഞു എന്നുള്ള കാര്യമല്ലേ അർത്ഥം? അതിനിടയ്ക്ക് ജലജ ഗോവിന്ദൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ, എപ്പോൾ നോക്കിയാലും ഈ പെണ്ണുങ്ങൾക്ക് ഇത് തന്നെ പണി എന്നുള്ള കാര്യം. ഇത്രയും കാര്യമായിട്ട് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞിട്ട് നീ എന്നെ എന്താ പരിഹസിക്കുകയാണോ ചെയ്യുന്നതെന്നുള്ള കാര്യമൊക്കെ ചോദിച്ച് ജലജ ദേഷ്യപ്പെടുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇത്രയും വലിയൊരു നല്ല ഫംഗ്ഷൻ നടക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് നീ എന്താ ഇങ്ങനെ അടിയുണ്ടാക്കാനുള്ള പരിപാടിയാണോ? ഒന്ന് മിണ്ടാതിരിക്കോ? അത് കഴിഞ്ഞിട്ട് ജലജയെ ആൻറ്റി എന്ന് വിളിച്ചും കൊണ്ട് തുടങ്ങുമ്പോഴേക്കും എന്താ ഞാൻ പറഞ്ഞതെന്നുള്ള കാര്യം പറയുമ്പോഴേക്കും വീണ്ടും ഒന്നും കൂടി ആൻറ്റി എന്ന് വിളിച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുകയാണ് കേട്ടോ സംസാരം നമ്മുടെ ജലജയുടെ ആദർശ്. എന്നിട്ട് നിങ്ങൾ എന്ത് പറഞ്ഞു എന്നുള്ള കാര്യം എനിക്കറിയില്ല, പക്ഷേ എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും നയന ഒരിക്കലും കള്ളം പറയില്ല എന്ന് പറയാണ് കേട്ടോ ആദർശ്. ഓഹോ, അപ്പോൾ അവള് കള്ളം പറയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കള്ളം പറയുന്നു എന്നല്ലേ ആദർശ് അർത്ഥം എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ വീണ്ടും ആദർശ് സെയിം ഡയലോഗ് തന്നെയാണ് കേട്ടോ പറയുന്നത്. ഞാൻ വീണ്ടും പറയാണ്, നിങ്ങൾ എങ്ങനെയാന്നുള്ള കാര്യം എനിക്കറിയില്ല, പക്ഷേ നയനയുടെ കാര്യത്തിൽ അവൾ ഒരിക്കലും കള്ളം പറയില്ല എന്ന് എനിക്കറിയാം. അങ്ങനെ ജലജ ദേവയാനിയുടെ അടുത്ത് പറയുന്നുണ്ട്, ഏട്ടത്തി കേട്ടല്ലോ, അവള് കള്ളം പറയില്ല, അപ്പം ഞാൻ കള്ളം പറയുന്നു, എന്നെ എല്ലാവരുടെ മുമ്പിൽ നാണം കെടുത്തിയില്ല എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ ജാനകി പറയുന്നുണ്ട് കേട്ടോ, നീ കള്ളം പറഞ്ഞിട്ടില്ലെങ്കിൽ എന്തിനാ ജലജ നീ ഇങ്ങനെ കിടന്ന് ടെൻഷൻ ആവുന്നത്? തുടർന്ന് ജലജ, ഏട്ടത്തി ആദർശ് നയനയെ എടുത്തിട്ട് തലയിലേറ്റി വെച്ചിരിക്കുകയാണ്, എന്തൊക്കെയാണ് ഇനി സംഭവിക്കാൻ വേണ്ടി പോകുന്നതെന്ന് ആർക്കറിയാം എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. അതിന്റെ പുറകെ തന്നെ ദേവയാനി അവിടുന്ന് പോവാണ് കേട്ടോ. അത് കഴിഞ്ഞ് ജയം പറയുന്നുണ്ട്, എപ്പോഴും ജലജ ഇങ്ങനെയാണ്, അവൾക്ക് തോന്നുന്ന ഓരോന്ന് പറയും, ആരും ഇതൊന്നും ശ്രദ്ധിക്കേണ്ട, എല്ലാവരും അവരുടെ ജോലി നോക്കുക എന്നുള്ള കാര്യം. തുടർന്ന് നയനയാണെങ്കിൽ ആകെ ടെൻഷനിലാണ് കേട്ടോ. താൻ ഒരിക്കലും കള്ളം പറയില്ല എന്നുള്ള ഒരു വിശ്വാസത്തിലല്ലേ ആദർശ് നിൽക്കുന്നത്. പക്ഷേ ഇത്രയും വലിയൊരു കള്ളം മറച്ചു വെച്ചു എന്നുള്ള കാര്യം അറിഞ്ഞാൽ ആദർശ് എന്തായിരിക്കും ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ള ടെൻഷനിലാണ്. എന്നിട്ട് അവിടുന്ന് മാറി എന്നിട്ട് ചിന്തിക്കുന്നത്, മറ്റുള്ളവരുടെ മുമ്പിൽ ആദർശേട്ടൻ എന്നെ വിട്ടുകൊടുക്കാതെ സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും ആ സന്തോഷം എനിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഞാൻ ഒരിക്കലും കള്ളം പറയില്ല എന്നുള്ള വിശ്വാസത്തിലാണ് എല്ലാവരും ഉള്ളത്. പക്ഷേ എല്ലാവരോടുമായിട്ട് എന്ത് വലിയ കള്ളമാണ് ഞാൻ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്നുള്ള കാര്യം എനിക്ക് മാത്രമേ അറിയുള്ളൂ. ഇനിയും ഞാൻ എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് സത്യം പറയാതിരിക്കുന്നതിൽ അർത്ഥമില്ല. എന്തായാലും ഫംഗ്ഷൻ തുടങ്ങിയിട്ട് വിളക്ക് വെക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ എല്ലാവരോടും പറയണം. എന്നോട് ചേച്ചി ദയവ് ചെയ്ത് ക്ഷമിക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരോടും കൂടി പറയാനായിട്ട് ഒരുങ്ങുന്ന നയനയെ കാണിച്ചുകൊണ്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്.